കച്ചവടത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ്, എനിക്ക് ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. മുത്തു റസൂലുള്ളാഹി ആയിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ മുന്നിൽ മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാം പാറിപ്പറന്നുകൊണ്ട് കടന്നു വന്നു. സഹാബ, ഇന്നിവിടെ നിന്ന് കച്ചവടത്തിന് വേണ്ടി കടന്നു പോയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇനി ജീവനോടെ തിരിച്ചു വരൂല നബിയേ. അതങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു പോയ, റബ്ബിന് വേണ്ടി കൊടുത്തു പോയ, ദീനിന് വേണ്ടി കൊടുത്തു പോയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അറിയാതെ മനസ്സങ്ങ് പൊട്ടിയതാണ് സഹാബ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ, വിഷമപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹുവേ നിറപുഞ്ചിരിയോടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്. റസൂലിനോട് സലാം പറയുകയാണ്. റസൂലുള്ള പുഞ്ചിരിക്കുകയാണ്. എന്ത് പറ്റി അബ്ദുറഹ്മാൻ? ഈ യാത്രയിൽ വലിയ അത്ഭുതവും സംഭവിച്ചു പോയോ? യാ റസൂലല്ലാഹ്, പറയത്തക്ക അത്ഭുതമൊന്നുമില്ല നബിയേ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്ന് ഓർത്തു നോക്കൂ. ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന് സൂര്യന്റെ ചൂട് താങ്ങാനാവാതെ കൂടെയുള്ളവർ പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഞങ്ങൾ വിശക്കുന്നവരാണ്, ഞങ്ങൾ ദാഹിക്കുന്നവരാണ്, കഴിക്കാനൊന്നുമില്ലല്ലോ, കുടിക്കാനൊന്നുമില്ലല്ലോ, പ്രവിശാലമായി കിടക്കുന്ന മരുഭൂമിയാ, അടുത്തൊരു വീടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോ ദൂരെ ഒരു ചിരട്ട കൊണ്ട് മേഞ്ഞുണ്ടാക്കിയൊരു വീട്, ഞങ്ങൾ ആ വീടിന് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന് ആ വീടിന്റെ അരികത്തിലെത്തുമ്പോ, ഞങ്ങൾ ആ വീടിന്റെ വാതിലിൽ മുട്ടുമ്പോൾ ഒരു വൃദ്ധയായ ഒരു ഉമ്മ കടന്നു വരികയാണ്. കടന്നിരിക്കും, മക്കളെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നാണോ? എന്ത് പറ്റി മോനെ? ഉമ്മ, നിങ്ങൾ വിശക്കുന്നവരാണ്, ദാഹിക്കുന്നവരാണ്, കഴിക്കാനൊന്നുമില്ലല്ലോ, കുടിക്കാനൊന്നുമില്ലല്ലോ. അതെന്ന് പറഞ്ഞപ്പോൾ ആ ചുക്കിച്ചുളിഞ്ഞ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ഒലിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വീടിന്റെ അകത്തട്ടിലൊന്നുമില്ല മക്കളെ, ഇവിടെ പട്ടിണിയാണ്, വിശപ്പ് സഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇല്ല ഉമ്മ, ആഹാരം വെക്കാനുള്ള സാധന സാമഗ്രികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് പാചകം ചെയ്തു തരുമോ ഉമ്മ? ഉമ്മ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി നല്ലതുപോലെ പാചകം ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ചു. ഭക്ഷണം റെഡിയായി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും കാണുന്ന സഹാബത്തിനെ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയത്? ആ സമയത്ത് ഉമ്മ പറഞ്ഞത് എന്തെന്നറിയുമോ?
ഉമ്മ ഒറ്റക്കല്ല, ഈ വീടിന്റെ അകത്തട്ടില് വിവാഹപ്രായമത്തെ 2 പെൺമക്കളുണ്ട്. വാപ്പയില്ലല്ലോ. ആ പെൺമക്കളാണ് ഭക്ഷണം പാചകം ചെയ്തത്. അതങ്ങ് പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, എന്റെ മനസ്സങ്ങ് പിടഞ്ഞു നബിയേ. ജീവിതത്തിൽ ഒരു കല്യാണമില്ല, അവർക്ക് വിവാഹത്തിന് വേണ്ടി ഞാൻ മൂല്യം കൊടുത്തതാരാ? അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, നിങ്ങളന്ന് കച്ചവടത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി കടന്നു പോയപ്പോൾ മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാം പാറിപ്പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇനി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇനി ജീവനോടെ തിരിച്ചു വരൂല എന്നാണ്. ഇന്ന് നിങ്ങൾ തിരിച്ചു വരാനുള്ള കാരണം എന്തെന്ന് അറിയുമോ? വാപ്പയില്ലാത്ത പെൺമക്കളെ സഹായിച്ചത് കാരണമാണ്. അന്നാ മക്കളുടെ ദുആണ് അല്ലാഹു തആല സ്വീകരിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.